നമസ്കാരം ഗൈസ്. അപ്പോ ഇന്ന് ഞങ്ങള് എന്റെ അച്ചാച്ചനെ അമ്മാമ്മനെ കാണാൻ വേണ്ടി പോയിന്. അവരുടെ വീട് പൊയ്യലാണ്. അപ്പൊ അവരെ പോയിട്ട് നമുക്ക് കാണാം. കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. കാരണം വർക്കിന് പോയതിനു ശേഷം എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. കുറച്ചു നാളായി. കാരണം വർക്കിന് പോയിട്ട് ഞാൻ എത്തുമ്പോൾ രാത്രിയാവും. അതൊരു ടാസ്ക് കിട്ടിയേക്കാണ് ഗൈസ്. രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ. വല്ല എറണാകുളത്ത് കൊണ്ട് വീട് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നു. അവിടെ പോകാൻ വർക്ക് ചെയ്യാൻ വീട്ടിലേക്ക് വരാം. ഇത് കുറച്ച് ഉള്ളിലേക്ക് വീട് വന്നതുകൊണ്ട് അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് ബസ്സിൽ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഒരു വിധം സമയമാകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കറക്റ്റ് സമയത്ത് അവരെ വിടും. പക്ഷേ നമുക്ക് ഇവിടെ എത്തുമ്പോൾ സമയം ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് വീടൊക്കെ ഇനി ആരെങ്കിലും വെക്കേണ്ട പോലെ എറണാകുളത്തോണ്ട് വെക്കുക. സ്ഥലത്തിനൊക്കെ ഭയങ്കര പൈസയാണ്. പിന്നെ അവിടെ കുറേ കമ്പനീസ് ഉണ്ട്, ഇതുപോലത്തെ കമ്പനീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. നമ്മുടെ ഉള്ളേരിയിലുള്ളവർക്ക് അതാണ് ഒരു ടാസ്ക്. നമ്മുടെ ഇവിടെ ജോബ് ഉണ്ടെങ്കിലും സാലറി പക്ഷേ അത്രയും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എക്സ്പീരിയൻസ് അനുസരിച്ച് നല്ല സാലറി, പിന്നെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നല്ല സാലറി വാങ്ങുന്നവരുണ്ട്. എന്നാലും കൂടുതൽ എറണാകുളത്താണ് നമുക്ക് സ്കോപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ അമ്മാമ്മയുടെ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ പോണ വഴി ബേക്കറി കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മമ്മക്ക് അച്ഛനും കൊടുക്കാനായിട്ട്. അപ്പോൾ അച്ചാച്ചൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള അടിപൊളി സ്പോട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡാൻസ് ഷോർട്സ് ഒക്കെ കൂടുതലായിട്ട് എടുക്കാറ്. ഇപ്പൊ വെള്ളം കയറി കിടക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ആമ്പലൊക്കെ പൂത്ത് നിൽക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ആമ്പലൊന്നും ഇല്ല, നിറച്ചും വെള്ളമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അട്ടയുമുണ്ട്. അട്ടയുണ്ടെന്ന് പറയാണ്, ഞാൻ കാണില്ല. കാണുകയാണെങ്കിൽ അട്ടയുടെ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ സ്പോട്ട്. കണ്ടോ? ആ ശാന്തിയും സമാധാനവുമുള്ള ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. അപ്പോൾ അവരെങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. കാരണം അച്ചിച്ചനെ അൽഷിമേഴ്സ് ഉണ്ട്. അപ്പം നിൽക്കാറില്ല. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഒന്ന് നിൽക്കട്ടെ എന്നും പറഞ്ഞ് വന്നാക്കണതാണ്. വീടടച്ചിട്ടാക്കല്ലേ എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ അത് എന്റെ വയറ്റിലേക്ക് എടുത്ത് പിടയ്ക്കണം. ബാക്കില് അത് അടിച്ചൊക്കെ റെഡിയാ. മഴയാവും ഇല്ലെങ്കിൽ നല്ല ഭംഗി പകുതി. അങ്ങനെ ഞങ്ങൾ അവരായിട്ട് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പൊ നല്ലൊരു മഴ അങ്ങോട്ട് പുറത്ത് പെയ്ത്. ഇവിടെ നല്ല രസമാണ് ഗൈസ്. പുറത്തിങ്ങനെ മഴ പെയ്യുമ്പൊക്കെ നോക്കിയിരിക്കേ. ഇന്നലെ ഞാൻ പോയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഞങ്ങള് നടക്കാം. ക്യാമറ നോക്കി പറഞ്ഞേ. ക്യാമറക്ക് ഹായ് പറഞ്ഞേ. ഹായ് പറ. അത് നോക്കി ഹായ് പറ. ഇങ്ങനെ ഹായ് പറ. ഹായ് പറ. ഇങ്ങനെ നൂല് കൊടുത്തു വരില്ലായിരുന്നു. ഹായ് പറ. ഹായ് പറ. കൈയാട്ട് ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനെ. അത് തന്നെ. ഹായ് ഹായ് ഹായ്. ഇനി ഹായ് മതി. അതിന്റെ പേര് പറ. എന്റെ പേര്. എന്റെ പേരാ ഹവിൽദാർ PK സുന്ദരൻ. വള്ളത്ത് ഹൗസ് PO പൊയ്യ പുളിപ്പറമ്പ് മാള. അഡ്രസ് അറിയാം അച്ഛന്. ഓക്കെ.